തറാവിയും കഴിഞ്ഞ് നേരെ പെരീക്കണം കയറി ചെന്നപ്പോ കണ്ടത് ഇതാണ് ട്ടാ. എന്ത് ചാമ്പക്ക ഉപ്പിലിട്ടേ. പിന്നെ ഒന്നും നോക്കില്ല, ഇതാണ് തിന്നു നോക്കാരാച്ചു. ഒരു പാത്രം എടുത്തു, എന്നിട്ട് ആ കുപ്പിനെ മൂടിയാണ് തുറന്നു. ഒരു സ്പൂൺ എടുത്തുകൊണ്ട് അതിന് 2 കോരി ചാമ്പക്കണ്ട് എടുത്തു. ആ ചാമ്പക്കണ്ട് കോരുമ്പോഴത്തേന് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താലിട്ടാ. പിന്നെ ഒരു കാര്യം, നമ്മൾ കുറേ കാലമായിട്ടാ വീഡിയോ ഇട്ടിട്ട് ആരും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ഇടാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതാണ് പറഞ്ഞപ്പോഴത്തേന് ചാമ്പക്കണ്ട് കോരി കഴിഞ്ഞു. അപ്പോൾ അതിനൊന്നും എടുത്തുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലായത് കലാപരിപാടിക്കുള്ള ചെക്കന്മാരെ എത്തിയിട്ടില്ലാന്ന്. അത് ആരാരണ്ടേ എന്നാ കണ്ടോളി. ഉപ്പും വെളിച്ചെണ്ണയും മുളകാണ് ഇട്ടത്. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് എടുത്തുകൊണ്ട് നേരെ പാത്രത്തേക്കാണ് കൊട്ടുക. അങ്ങനെ കൊട്ടി കഴിയുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി അടിച്ചാളി. ഇതേപോലെ ഉപ്പിലിട്ട് തിന്നാൻ പൂതിയുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും മുളകും പാകത്തിന് എടുത്തോളിട്ടാ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചണ്ടി. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ പരിപാടിയാണ് കഴിഞ്ഞു. സുർക്ക പിന്നെ നമ്മൾ ഒഴിച്ചേണ്ട ആവശ്യമില്ല കേട്ടോ. സുർക്ക ഫസ്റ്റ് അതിലുണ്ട്. പിന്നെ ഇതൊക്കെ പാടെ ഒന്ന് ഇളക്കാൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കാൻ തിട്ടാ. ആ ചാമ്പക്കമ്മക്ക് ഒന്ന് മുളക് പിടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം എടുത്തോണ്ടി നേരെ തൊള്ളിക്കാണ് കൊട്ടിക്കോണ്ടി. അപ്പം നമ്മളൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ആരും നമ്മളപ്പം ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.